അസ്സലാമു അലൈക്കും. റംദാൻ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഡിഷ് ക്രിസ്പി പൂരിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ 2 കപ്പ് മൈദ, 1 കപ്പ് ആട്ട, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കുക. ബാറ്ററി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് പരത്തി പൊരിച്ചിട്ടെടുക്കാം. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ മടക്ക് കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് 4 മടക്കായി മടക്കുക. ഈ സാധാരണ പൂരി പോലത്തെ പൂരിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആണിത്. ഈ ഒരു പാകത്തിലാക്കി സൈഡ് വെക്കാം. നല്ലപോലെ പരത്തി കുറച്ച് ഓയിൽ ഒഴിച്ച് അതിന് 4 മടക്കായി മടക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി രണ്ടാമതായിട്ട് നമുക്കിത് ഒന്നും കൂടി പരത്തി അത് 2ആയി ഡിവൈഡ് ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിലയിടത്തൊക്കെ മൈദ മാത്രം എടുത്തിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്, ചിലയിടത്ത് ഗോതമ്പ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുള്ള പൂരിയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫോൾഡിങ് കുറച്ച് വ്യത്യാസമുള്ളതാണ്. പൂരി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ, പൊങ്ങി വരുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇഫ്താറിന് ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്തെങ്കിലും വെച്ച് കഴിക്കുക. ക്രിസ്പി പൂരി റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ വെച്ചിട്ട് ഇഫ്താർ ടൈമിൽ കഴിക്കാൻ വേണ്ടി നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.